നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. വളർന്നു വരുന്ന സംഗീത സഹോദരിമാരെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ അതിഥികളായി കൊണ്ടുവരുന്നു. അമൃതഗമയ എന്നുള്ള ബാൻഡിലൂടെ പ്രശസ്തയായ അമൃതയും അഭിരാമി. അമൃത, അഭിരാമി, നിങ്ങളെ സഗുണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അമ്മയുണ്ട്, അച്ഛൻ സുരേഷുണ്ട്, അമൃതയുടെ വാവയുണ്ട്. ഒരു സമ്പൂർണ്ണ കുടുംബ ഷോയാണ്. അപ്പം ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന കള്ളങ്ങൾ സുരേഷും അമ്മയും കൂടി കൈപൊക്കിയിട്ടത് നിർവീര്യമാക്കും. അവർക്കൊന്നും മിണ്ടാനുണ്ടാവില്ല. ഞങ്ങൾ പണ്ടേ സത്യം അവരുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്ന് വെച്ചാൽ മക്കൾ എപ്പോഴാണ് കള്ളം പറഞ്ഞത് അപ്പം സുരേഷ് കൈപൊക്കിയിട്ട് പറയും. എന്നായിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഈ ഷോയിൽ കൊണ്ടുവരാൻ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ സംഗീതമാണ്. അഭിരാമി ഇടയ്ക്ക് സിനിമയിലൊക്കെ ഇടയ്ക്ക് തല കാണിക്കുകയും ഹീറോയിനൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിയിണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംഗീതമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തർധാര എന്ന് പറയുന്നത് സംഗീതമായിരിക്കും. അമൃത ഒന്നും മിണ്ടുന്നില്ലേ? അമൃത ഇതുപോലെയാണ്, വളരെ മിതഭാഷിയാണ്. അങ്ങനെയൊന്നുമല്ല. ഇതിപ്പം എന്ത് പറഞ്ഞാലാണ് ചേട്ടൻ കയറി പിടിക്കാന്ന് അറിയാത്തോണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. എനിക്ക് എന്റെ ബലമായ സംശയമാണ്. പക്ഷെ അഭിരാമിക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നും പറയാനുള്ള ധൈര്യത്തിൽ ഇത്രേ ഉള്ളൂ. പുറമേക്ക് പക്ഷെ ധൈര്യം കാണിക്കുന്ന അഭിരാമിയാണോ അമൃതയാണോ? രണ്ടുപേരും ധൈര്യം കാണിക്കേണ്ട സിറ്റുവേഷൻസിലൊക്കെ ധൈര്യം കാണിക്കും. പക്ഷെ അഭിരാമി പണ്ട് നന്നായിട്ട് മസിലൊക്കെ പിടിച്ചോണ്ടിരുന്ന ഒരാളെന്ന് ആരോ പറഞ്ഞു. ആൽബർ റിസർവ്ഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ കുറിച്ചത് വെറുതെ അത് നേരിട്ട് പരിചയപ്പെട്ടാൽ വെറുതെ ആൾക്കാർ എല്ലാം തീരുമല്ലേ? ഈ ജാടയൊക്കെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് തീരും. ഇത് ഞാൻ പറയണല്ലേ, വേണം ഒരാൾ പറഞ്ഞിട്ടുണ്ട് അഭിരാമിയെ കുറിച്ച്. പക്ഷേ കോളേജിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ആള് ഭയങ്കര ജാടക്കാരിയൊക്കെ ആയിരുന്നു, ഭയങ്കര ടോം ബോയ്സ് ഒക്കെ ആയിരുന്നു. നമ്മളോട് നടക്കില്ല, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെലിബ്രിറ്റി ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. ഒബ്വിയസ്ലി വന്നിടക്ക് ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. ഞങ്ങളൊന്നും മിണ്ടാ പോകില്ല, ഭയങ്കര സെലിബ്രിറ്റി. നമ്മളൊക്കെ എങ്ങനെ പോയി മിണ്ടും. പിന്നെ അങ്ങനെ ഫ്രണ്ട്സായി, ക്ലോസ് ഫ്രണ്ട്സായി, പിന്നെ ബെസ്റ്റ് ബഡീസായി. എത്ര തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരും. വി ഗോ ഫോർ ലോട്ട് ഓഫ് ഹാങ് ഔട്ട്സ്. അഭിരാമിയെ പൊക്കിയതാണോ താത്തിയതാണോ ഇടിച്ചതാണോ? ഇവിടെ കൂട്ടത്തിൽ തന്നെ പേസ്റ്റ് ആക്കിയ ആള് അവിടെ ഇരിപ്പുണ്ടല്ലേ? പക്ഷെ അമൃതയെക്കാളും കൂടുതൽ ഒരുപക്ഷെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നത് അഭിരാമിയാണ്. ഇവൾക്ക് ഇല്ല, എനിക്കുണ്ട് ഫ്രണ്ട്സ്. അതായത് ഞാനൊരു 12th വരെ സ്കൂളിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ MBA ചെയ്യുന്നുണ്ട്, പക്ഷെ കറസ്പോണ്ടൻസ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്ലോസ് സ്കൂൾ ഫ്രണ്ട്സും പിന്നെ പ്രൊഫഷണൽ, അങ്ങനെ കുറച്ച് ലിമിറ്റഡ്. പക്ഷെ ഇവക്കെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഉണ്ട്. ഈവൻ കോളേജ് ആണെങ്കിലും 2 കോളേജ് മാറി വരെ ചെയ്തു. നിറയെ വാങ്ങി ഇറങ്ങിപ്പോന്നാണ്. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളില്. നിങ്ങളുടെ സംഗീതം വന്ന വഴിയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ. ഇതിലാരാ, അച്ഛനാണോ? അച്ഛന്റെ വഴിയിൽ നിന്നാണ് മ്യൂസിക് വന്നത്. അമ്മയുടെ വഴിയിൽ നിന്നാണ് എനിക്കുള്ള ആക്ടിങ് വന്നത്. ആക്ടിങ്. ഓ, അത് ശരി. അപ്പം അമ്മയുടെ DNA ഒരു 90% ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? സുരേഷ് ചേട്ടാ, എങ്ങനെ ഈ അമ്മേനെ കണ്ടെത്തി? അതൊന്നും അറിയുള്ളൂ. അതൊക്കെയല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അമ്മേരും വലിയ സംഗീതം കയ്യിലുള്ള കാരണം പിന്നെ സംഗീതത്തിലൂടെയാണ് അമ്മേനെ അല്ലേ? ശ്രീകൃഷ്ണൻ ഫ്ലൂട്ട് വായിച്ച് വീഴ്ത്തിയാണ്. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നോക്കുമായിരുന്നു. അമ്മ വേറൊരു മതത്തിലുള്ള ആളാണ്, ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഈ മുരളീഗാനം കേട്ടിട്ടാണോ സുരേഷിലേക്ക് പോയത്? അതെ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു കൊയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കലാഭവനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്തൊരു നാടാണ് ഈ പ്രായത്തില്. അങ്ങനെ എങ്ങനെ സംഭവിച്ചത് പറഞ്ഞു കൊടുക്കുക മക്കൾ. അത് ഇവരുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവള് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ലവ് ആക്കി കൊടുത്ത് എന്താണ്
പറയൂ എങ്ങനെ അതിന്റെ ഒരു ഇതാ പിള്ളേരൊക്കെ ഇങ്ങനെ കാത്തു ഭയങ്കര നിൽക്കുകയാണ്. സാഹസികമായ സാഹസികമായ പ്രണയം ഷോട്ടൊക്കെ ആയിരുന്നു. ആണോ? തട്ടിക്കൊണ്ട് പോയോ സുരേഷ്? അത് സുരേഷ് പറഞ്ഞു. നന്മൊന്നും പറ്റില്ല. സുരേഷ് തട്ടിക്കൊണ്ട് പോയോ? അങ്ങനെയൊന്നുമില്ല. ആ അവിടെ കല്യാണം വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ പോയി രജിസ്റ്റർ ചെയ്തു. ആ വീട്ടിലറിഞ്ഞിട്ടുണ്ടായില്ല. രണ്ടുപേരുടെ വീട്ടിലറിഞ്ഞില്ല? എൻ്റെ വീട്ടിൽ ചെറുതായിട്ട് അറിയാമായിരുന്നു. ആ ഒന്ന് ചെറുങ്ങനെ ന്യൂസ് കിട്ടി. ആ അവർ വീട്ടിൽ അറിയാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പിന്നെ തട്ടിക്കൊണ്ടിരേണ്ടി വന്നു. അന്ന് നല്ല ഉഴപ്പിൽ കിടക്കുന്ന സമയമായിരുന്നു. വരുന്ന വഴിക്ക് എല്ലാ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എല്ലായിടത്തും ചാർജ് ചെയ്ത് തട്ടിക്കൊണ്ടിരുന്ന വഴിക്ക് വീട്ടിലോട്ട് പോന്നു. അപ്പൊ ഇതിനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി ലൈലി ചേച്ചിക്ക്? പ്രേമല്ലേ, പ്രേമത്തിന് കണ്ണും കാതും ഇല്ലല്ലോ. പ്രേമത്തിന് ധൈര്യം വരാത്തൊരാളുള്ളത്. ആ അത് കറക്റ്റാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അടുത്ത് വന്നു. എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ SI വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ധൈര്യം ഇങ്ങനെ കൊടുമുടിയിൽ നിൽക്കല്ലേ, വേണമെങ്കിൽ SIനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മമാർക്ക് മനസ്സിലായി എന്തോ ഒത്തിരി സീരിയസ് ആണ്. പിന്നെ ഞാൻ മഹാരാജസിലെ പഠിച്ച് ആ ടൈപ്പിലൊക്കെ നമുക്ക് അതിനൊരു മഹാരാജസിന്റെ ഒരു കരുത്തുണ്ട്. അതിന്റെ ഒരു സാധനം ഉണ്ടാവും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും. അല്ല ഏത് നമ്പറിലാണ് ലൈലി ചേച്ചി വീഴ്ത്തിയത്? മ്യൂസിക്കിലാണെങ്കിലും കുറച്ചുകൂടി അങ്ങോട്ടും സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു നടിയായിരുന്നു? നടിയല്ല, പക്ഷെ ആക്ടിങ് എല്ലാം നന്നായിട്ട് അറിയാം. ശരി. ചെറുതായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെ എന്നാലും കഴിവുള്ള കൂട്ടത്തില്ല. മ്യൂസിക്കിലാണെങ്കിലും ഭയങ്കര കോളേജിലെ പ്രതിഭയായിരുന്നു. അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന എന്തൊരു പാവമാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ചാടിപ്പോയ ഒരാളാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. വീട്ടിൽ കോളേജിലെ SFIയുടെ ആളൊക്കെ ആണോ? SFIക്കാരായിരുന്നു? ആയിരുന്നു. അപ്പൊ ആ രാഷ്ട്രീയത്തിന്റെ ഒരു ബലത്തിലായിരുന്നു. പിന്നെ മാറിയെന്ന് അറിഞ്ഞൂടാ. മാറ്റിയെടുത്തോ? ഇല്ല, ഞാനായിട്ട് മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പാപ്പുമാണ് ഇപ്പൊ എല്ലാവരെയും പാവാക്കി വെച്ചേക്കണം. അവളുടെ അടുത്ത് ആരുടെയും വേഷം കെട്ടൊന്നും നടക്കൂല. ഒരു പേരക്കിടാൻ വന്നുകൂടിയിട്ട് അമ്മ ഇങ്ങോട്ട് പാവായി അല്ലേ? സുരേഷ് അന്നും ഈ പിന്നെ ഓടക്കുഴൽ തന്നെയാണോ? ഓ അതെ. ആണോ? ഞാനൊരു 10-30 വർഷം ഏഞ്ചൽ വോയിസ് എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് നമ്മുടെ മാതൃസ്ഥാപനം. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ മൂഡ് ഇങ്ങനെ നല്ലൊരു സുഖമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പള്ളിക്കോയറും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലുള്ള ആളാന്ന് പറഞ്ഞപ്പോഴും അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റി. എൻ്റെ കസിൻ സിസ്റ്റർ ഒരു ലിസ്റ്റ് ഇങ്ങനെ കാണിച്ചു. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ചേട്ടാ എൻ്റെ നമ്മളിങ്ങനെ കെട്ടണ്ടെന്നൊക്കെ വെച്ച് നടക്കുന്ന സമയമായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ കെട്ടാണ്ട് കിടക്കണം എന്തിനാണ്, എൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കുറേ ലിസ്റ്റ് വായിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവളൊട്ടും പ്രതീക്ഷിക്കണില്ല ഞാൻ ഇദ്ദേഹത്തിന് സെലക്ട് ചെയ്യുമെന്ന്. പക്ഷേ ചേട്ടാ അത് വേണോ, അത് ഭയങ്കര സ്റ്റൈലും അടിപൊളി ടീമാണല്ലോ, അത് തന്നെ അങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് പോയി കണ്ടു, സംസാരിച്ചു, കുറച്ച് ടൈം കൊടുത്തു. എപ്പോഴെങ്കിലും വിളിക്കാൻ പറഞ്ഞു തോന്നുന്ന സമയത്ത്. അങ്ങനെ വിളിച്ചു. കുറച്ച് നാൾ 2 വർഷത്തോളം പ്രേമത്തിൽ കിടന്നു. 2 വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഈ തട്ടിക്കൊണ്ട് പോക്ക്. വേണമെങ്കിൽ അഭിരാമി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ആക്കാവുന്നതാണ് അല്ലേ? അതിന് എല്ലാ ചേരുവകളുണ്ട്. സംഗീതമുണ്ട്, അതിന് തട്ടിക്കൊണ്ട് പോക്കുണ്ട്, അത് മാത്രമല്ല ഒരു കലാകാരിയായിട്ടുള്ള അമ്മ. ഇതൊക്കെ മക്കളുമായിട്ട് ഷെയർ ചെയ്തോ കംപ്ലീറ്റ്? അവർക്കറിയാം. ആണോ? അവരുടെ ലൈഫിൽ ഞങ്ങൾ അറിയാത്തായിട്ടൊന്നുമില്ല. കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേമിച്ച് അവരും കെട്ടിക്കളയും. അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ലല്ലോ. എന്നാലും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല അച്ഛയമ്മയായിട്ട്. ഫ്രണ്ട്ലി ആണ്. അമൃതയുടെ കല്യാണം പ്രേമിച്ചിട്ടൊന്നും അല്ല എന്നുള്ള ഉറപ്പുണ്ട്. അത് കാരണം അതുപോലെ അവളും അവരുടെ ആഗ്രഹമുണ്ട്. ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു സംശയമുണ്ട്, അമൃത കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടാണോ എന്ന്. പ്രേമത്തിന് മുമ്പ് വന്ന് ചോദിച്ചിട്ടാണ് കല്യാണം കഴിക്കണം. ചോദിച്ചതിന് ശേഷം കുറച്ച് ആലോചിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അഭിരാമിയുടെ കാര്യത്തിലോ? അഭിരാമിയുടെ കാര്യത്തിൽ അവൾ ഫ്രാങ്കായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥ കൊടുത്തിട്ടുണ്ട്. വന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കും, അതെങ്ങനെയാണ്, അങ്ങനെയൊക്കെ വരെ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ മാത്രം സംഭവിക്കും. ദുരുപയോഗിക്കാൻ പാടില്ല അല്ലേ? സുരേഷ് ചേട്ടാ, നിങ്ങളുടെ ഈ പറഞ്ഞ മക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എക്കാലത്തും നിങ്ങളിൽ ഉണ്ടാകണം. മാത്രമല്ല ആ വിശ്വാസത്തിനനുസരിച്ച് കുട്ടികളും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക്സ്. വേണമെങ്കിൽ സുരേഷിൻ്റെ ഒരു വരട്ടെ, ശ്രീകൃഷ്ണൻ സിംഗ്.
സുരേഷ് ഏട്ടാ, ലൈല ചേച്ചി വീണതിൽ യാതൊരു അത്ഭുതമില്ല. ഒരുപക്ഷെ ലൈല ചേച്ചി മാത്രമേ വീണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇതിനെല്ലാത്തിനോടും സംഗീതത്തിനോടും നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ആത്മീയ ഗുരുവുണ്ട്, അവർക്കൊക്കെ നന്ദി. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ല, അതായത് ഈ ഇങ്ങനെ ഒരു സംഗീത കഴിവും അഭിരുചിയും സിദ്ധിയും ഉണ്ടെങ്കിൽ ലൈല ചേച്ചി വീണതിൽ യാതൊരു അത്ഭുതം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞത്, ഇതിലും വലുതും വേണേ വീണാമായിരുന്നു സംഗീതം. പിന്നെ അതിന് അനുബന്ധമായൊരു ചോദിച്ചാൽ ലൈല ചേച്ചി മാത്രമേ വീണുള്ളൂ എന്ന്. കുടുംബം നശിപ്പിച്ച് കുടുംബം ഭദ്രമായി തുടരട്ടെ എന്നുള്ളത് കൊണ്ട് നിങ്ങളെ കുറിച്ച് തന്റെ അഭിപ്രായം ഉണ്ടോ അങ്ങനെ? നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാം. ഏതായാലും എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി. സംഗീതത്തിന്റെ ഒരു അംശമെങ്കിലും കിട്ടിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ. എനിക്കൊരു ആത്മീയ ഗുരുവുണ്ട്, ആ ഗുരുവിന് നന്ദി. സുരേഷ് ഏട്ടാ, നിങ്ങളുടെ എല്ലാവിധ ഒരുപക്ഷെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ. ചേച്ചിക്ക് എന്തുകൊണ്ടും സംതൃപ്തി സന്തോഷം ഉണ്ടാകേണ്ട മുഹൂർത്തമാണത്. എന്താ കാരണം വെച്ചാൽ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നു, ഭർത്താവ് ഇവിടെ ഇരിക്കുന്നു, പേരക്കിടാവ് ഇവിടെ ഇരിക്കുന്നു. നിങ്ങളെല്ലാം കോർത്തിറക്കുന്ന സംഗീതമുണ്ട്. പഴയ കാലത്തിലേക്ക് നമുക്ക് ഊളിയിടാൻ വേണ്ടി ചില ഒരുപക്ഷെ മേമ്പടികളുണ്ട്. മഹാരാജസിലേക്ക് എത്തി, പിന്നീട് എവിടേക്കോ പോയി, പിന്നെ തട്ടിക്കൊണ്ടുപോയി എവിടെയൊക്കെ എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇരിക്കുന്നതിൽ അച്ഛയുടെ പങ്കിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ പങ്കുണ്ട്. കാരണം അച്ഛ പാട്ട് പഠിപ്പിച്ചു വരുമ്പോൾ അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അമ്മയില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ഒരു അത്രയും ഒരു സ്ട്രോങ് ജഡ്ജ്മെന്റ് എപ്പോഴും അമ്മയുടെ ആയിരിക്കും. അമ്മയാണ് കുറച്ചുകൂടെ അച്ഛൻ കുറച്ചും കൂടി പിന്നെ പഠിപ്പിക്കലും അമ്മ ജഡ്ജ്മെന്റും. ഓ ശരി. അമ്മ വളരെ കമ്പോസ്റ്റ് ആണ്, കൂൾ ആൻഡ് കമ്പോസ്റ്റ് ആണ്. അല്ല, ഞാൻ കൂളൊന്നും അല്ല, അല്ല സ്ട്രിക്റ്റ് സ്വഭാവം കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അല്ല, ഞാൻ സ്ട്രിക്റ്റ് തന്നെയാ. ആണ്. അമൃത സംഗീതത്തിന്റെ വഴിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ അമൃതേനെയും അഭിരാമിനെയും ശ്രദ്ധേയരാക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഈ സോഫയിൽ ഇരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഒരു ഫീലുണ്ട് ആക്ച്വലി. അതായത് നിങ്ങളുടെ സംഗീതത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു, ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഒരു തനതായിട്ടുള്ള അതിൻ്റെ ഒരു സൗരഭ്യമുണ്ട്. ആ ഒരു ഫീൽ നിങ്ങൾ പാടുമ്പോഴുണ്ട്. സാധാരണ ഏത് പാട്ട് പാടിയാലും അമൃതയുടെയും അഭിരാമിയുടെയും മുഖത്തും ഒരുപക്ഷെ ആ ശബ്ദവിന്യാസത്തിലൊക്കെ ആ ഒരു ഫീല് വരുന്നുണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പാടാനുള്ളൊരു താല്പര്യം അമ്മയിൽ നിന്ന് കിട്ടിയ വാസനയാണോ ഇത്? ആയിരിക്കാം, അച്ഛനും അമ്മ എൻ്റെ അടുത്തൊന്നും കിട്ടിയ ഒരു ഇതായിരിക്കാം. ഇങ്ങനെയൊക്കെ ആകണം, ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് ചിന്തിച്ചിരുന്നോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിലേ തുടങ്ങി എൻ്റെ ഒരു എയിമും ഡ്രീമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് തന്നെയായിരുന്നു. പാട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വലിയ മോശമില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയുമായിരുന്നു. അതുപോലെ വീട്ടിലാണെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടുള്ളത് പാട്ടിന് മാത്രമാണ്. എന്നാൽ പഠിക്കുക ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല. അപ്പം പണ്ട് കൊച്ചിലേ തുടങ്ങിയുള്ളൊരു ഇതിങ്ങനെ വലുതായി പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ദൈവം എത്തിക്കും. ഇനിയും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ സമയമാകുമ്പോൾ ഭഗവാൻ എനിക്കിത് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. ഈശ്വരവിശ്വാസം, അതുപോലെ തന്നെ സ്വന്തം അധ്വാനത്തെക്കുറിച്ചുള്ള അഭിമാനം, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ആൾക്കാരെ വളർത്തുന്നതിൽ അവർ പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നൊരു പ്രത്യേക സ്റ്റേജുണ്ട്, അമൃതം ഗമയ. ഇതാണിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. അതാണ് ഒരു ബാൻഡ് നിങ്ങളുടേതായ. എന്താ ഈ പുള്ളിക്കാരത്തി പച്ച കുത്തായിരുന്നു? പച്ച കുത്തണം എന്നുണ്ടോ? മനസ്സിൽ കുത്തിയിട്ടുണ്ട്. ചങ്കി കുത്തിയിട്ടുണ്ട്. അമൃതം ഗമയ എങ്ങനെയാ ആ ബാൻഡിലേക്ക് എത്തി? ഞാൻ എത്തിയത് ഭയങ്കര കോയിൻസിഡൻ്റൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആയിട്ടാണെന്ന് പറയാം. കാരണം എനിക്ക് എൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ ഡേ ആയിരുന്നു. അപ്പം ആൻഡ് ഓൾസോ ഞാനൊരു പാട്ടുകാരിയായിട്ടുള്ള എന്നെ അങ്ങനെ വെച്ച് വളർത്തിയിട്ടില്ല ചെറുപ്പം മുതൽ. ഐ യൂസ് ടു സിംഗ്, പക്ഷെ അത് ഇഷ്ടം കൊണ്ട് പാടുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അമൃതയെ പോലെ സീരിയസ് ആയിട്ട് സംഗീതത്തെ ഐ യൂസ് ടു ലവ് മ്യൂസിക്. അതുകൊണ്ട് പാടാൻ അച്ഛയുടെ ഒക്കെ ഒരു ബ്ലഡിൽ ഉള്ളത് കൊണ്ട് തട്ടിമുട്ടിയൊക്കെ പാടി പോവാറുണ്ട്. അവരുടെ വരയിലൂടെ ഒന്നും അഭിരാമി പോയില്ല. ഇല്ല കുറച്ചും കൂടി ഇല്ല, വേറിട്ട വഴുത്താര ഉണ്ടാക്കിയതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ്, അതായത് ഇവർ പോകുന്നതിന് മുന്നേ, ഷൂട്ടിന് പോകുന്നതിന് മുന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ
ആക്സിഡന്റലി ഐ ഹാപ്പൻ ടു ഗോ. അപ്പം പാടുന്നതിൻ്റെ ഒപ്പം ഞാൻ അവിടെ നിന്നിങ്ങനെ വെറുതെ മൂളിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന് പാടിക്കൂടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി. പിന്നെ ആദ്യമേ വന്നപ്പോൾ പറഞ്ഞില്ലേ, കാണുമ്പോഴുള്ള ഒരു പാവത്തിന് ചേച്ചിക്ക് ഉള്ളത് കൊണ്ട് എൻ്റെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് സോപ്പിട്ട് എൻ്റെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ശരിയാക്കി. കോളേജ് ടീച്ചേഴ്സ് ചിന്മയിലാണ് അവള് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തൊരു അമൃത വീഴ്ച തന്നു അല്ലേ? അയ്യോ അങ്ങനെയല്ല, അമൃത ഇങ്ങനെ വളരെ പാവമൊക്കെ ആയിട്ട് അഭിനയിച്ച് അമ്മയുടെ ഈ പറഞ്ഞ കലാപരമായിട്ട് അഭിനയ സിദ്ധിയൊക്കെ അമൃത കുറെ കൈവശമാക്കിയത് കൊണ്ട് അത് വെച്ചിട്ട് അവരെ വീഴ്ചു. അതെ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്നോട് ചാൻസ് ഒന്നുമില്ല. സോ അങ്ങനെ പോയി നമ്മൾ അയല പാടി. എടുക്ക മൈക്ക് അയല. ശരി, ഒന്ന് പിടിക്കും. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ, ഓ മരിയ പിതാശേ. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക, വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക. മണത്താൽ കൊതി പെരുകാൻ മെമ്പൊടിക്ക് പെരുങ്കായോ, മണത്താൽ കൊതി പെരുകാൻ മെമ്പൊടിക്ക് പെരുങ്കായോ. അവിയൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക, അവിയൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക. ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ, ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുനനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറി.